മലയാള സിനിമാ പ്രേമികൾക്കായി നിരവധി മികച്ച ചിത്രങ്ങളാണ് 2025-ലെത്തിയത്. ചെറിയ മുതൽ മുടക്കിൽ വലിയ വാണിജ്യ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഈ സിനിമകൾക്ക് സാധിച്ചു. അതിൽ ബോക്സ് ഓഫീസ് കീഴടക്കിയ ടോപ്പ് 3 മലയാള സിനിമകൾ ഏതെല്ലാമെന്ന് നോക്കാം. 2025 ടാറ്റ ബൈ ബൈ. ഇനി 2026ലേക്കുള്ള യാത്ര. ത്രില്ലറും കോമഡിയും ഹൊററും ഫീൽ ഗുഡും അങ്ങനെ എല്ലാ കാറ്റഗറികളിലും മലയാള സിനിമ മികച്ച പ്രകടനം കാഴ്ചവെച്ച വർഷം തന്നെയാണ് കടന്നുപോകുന്നത്. സിനിമാ പ്രേമികൾക്കായി നിരവധി മികച്ച ചിത്രങ്ങൾ വന്നു. ഇക്കുറി തിയേറ്ററുകളിലെത്തിയ ആഘോഷമാക്കിയ ഒരുപാട് ചിത്രങ്ങൾ, മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന കുറേയധികം പാട്ടുകളും ആക്ഷനും കഥയും, ചെറിയ മുതൽ മുടക്കിൽ വലിയ വിജയം നേടിയ ചിത്രങ്ങൾ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളും അത്ഭുതങ്ങളും സൃഷ്ടിച്ച വർഷം തന്നെയായിരുന്നു 2025. 2025 ഇറങ്ങിയ ഭൂരിഭാഗം സിനിമകളും വാണിജ്യ നേട്ടങ്ങൾ ഉണ്ടാക്കി മുന്നിൽ നിൽക്കുന്നതാണ് കണ്ടത്. പുതിയ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും അഭിനേതാക്കളുമെല്ലാം ചുവടുറപ്പിച്ച വർഷം. മലയാള സിനിമയെ സംബന്ധിച്ച് 2025 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കാൻ പറ്റിയ ഒരു വർഷം തന്നെയായിരുന്നു. ഇതിൽ മിന്നും വിജയം സ്വന്തമാക്കിയ ടോപ്പ് 3 സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ അതിലേറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ലോക, എമ്പുരാൻ, തുടരുമെന്നാണ്. ഇത് രണ്ടും ലാലേട്ടന്റെ സിനിമകളും ഒന്ന് കല്യാണിയുടെയും ചിത്രമാണ്. ലോകയിൽ തന്നെ തുടങ്ങാം. മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിലൂടെ ഡൊമിനിക് അരുൺ എന്ന സംവിധായകന് സാധിച്ചു. അനാവശ്യമായ ഒരു കുത്തിത്തിരുകലുമില്ലാതെ മികച്ച ആക്ഷൻ ഫാന്റസി ചിത്രമായി മോളിവുഡിൽ പുതിയ യൂണിവേഴ്സിനാണ് ലോക തുടക്കമിട്ടത്. മാർവൽ സീരീസുകളുടെ ആരാധകരായ മലയാളി പ്രേക്ഷകന് ഒട്ടും ആസ്വാദന സൗന്ദര്യം ചോരാതെ കണ്ടുമറന്ന ഹോളിവുഡ് സ്റ്റൈൽ അനുകരിക്കാതെ ലോകയുടെ കഥ വികസിക്കുന്നത് മലയാള സിനിമ ഏറ്റെടുത്തു. മലയാള സിനിമയുടെ കണ്ടന്റുകളെക്കുറിച്ച് സംസാരിക്കുന്നതുപോലെ ലോക കണ്ടിറങ്ങുന്നവർ മലയാള സിനിമയുടെ സാങ്കേതിക മികവ് കൂടി വാഴ്ത്തി. കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ കള്ളിയങ്കാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമ ഒരുക്കിയത്. മോളിവുഡിൽ നിന്ന് ആദ്യമായി ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ ചിത്രം എത്തിയപ്പോൾ കല്യാണി പ്രിയദർശൻ മനോഹരമായി തന്നെ ചന്ദ്ര എന്ന തന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം 122 കോടിക്ക് മുകളിലാണ് നേടിയത്. തമിഴ്നാട്ടിൽ നിന്നും 24 കോടിയും കർണാടകയിൽ നിന്ന് 14 കോടി രൂപയും തെലുങ്കിൽ നിന്ന് 13 കോടിയും മാറിക്കൂട്ടി. ഉത്തരേന്ത്യയിൽ നിന്ന് ആകട്ടെ 7 കോടിക്ക് മുകളിലും ചിത്രം സ്വന്തമാക്കി. വിദേശത്ത് നിന്ന് മാത്രം 119 കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയത്. വെറും 30 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ആഗോളതലത്തിൽ തന്നെ 303 കോടിക്ക് മുകളിലാണ് നേടിയത്. ദുൽഖർ സൽമാന്റെ വേഫെ ഫിലിംസിന്റെ ബാനറിൽ ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രമാണ് ലോക. മറ്റൊന്ന് ലാലേട്ടന്റെ തുടരുമാണ്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ, ശോഭന എന്നിവരൊന്നിച്ചെത്തിയ ചിത്രം തുടരും മികച്ച വിജയമാണ് സമ്മാനിച്ചത്. ആരാധകർക്ക് ഇത് വാനോളം ആഘോഷിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയായിരുന്നു. ഫാമിലി ഡ്രാമ ജനറൽ ഒരുക്കിയ ചിത്രത്തിൽ ടാക്സി ഡ്രൈവറായ ഷൺമുഖം എന്ന കഥാപാത്രത്തെയാണ് ലാലേട്ടൻ അവതരിപ്പിച്ചത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചത്. മോഹൻലാലിന്റെ 360ാമത്തെ ചിത്രം കൂടിയായിരുന്നു തുടരും. ബോക്സ് ഓഫീസിൽ തീപാറിച്ച് മുന്നേറിയ ചിത്രം ആഗോളതലത്തിൽ നിന്ന് 235 കോടിക്ക് മുകളിലാണ് നേടിയത്. മലയാളത്തിൽ നിന്ന് മാത്രം 118 കോടി രൂപ ചിത്രം സ്വന്തമാക്കി. ഇന്ത്യൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലെ ഇന്ത്യൻ പനോരമ വിഭാഗത്തിലും തുടരും പ്രദർശിപ്പിച്ചിരുന്നു. അടുത്തത് എമ്പുരാൻ. ആദ്യ പ്രഖ്യാപനം വന്ന ശേഷം 5 വർഷങ്ങൾക്കൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണ് എമ്പുരാൻ. ഓരോ ദിവസവും ആരാധകർ കാത്തിരുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു എമ്പുരാൻ. സിനിമാ പ്രേമികൾക്ക് മുന്നിലേക്ക് ചിത്രം എത്തിയതോടുകൂടെ തന്നെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ സിനിമയായിരുന്നു ഇതെന്ന് പ്രഖ്യാപിച്ചു. പൃഥ്വിരാജും മുരളി ഗോപിയുമൊപ്പം മോഹൻലാലും എന്ന സൂപ്പർ താരവും ചേർന്നൊരുക്കിയപ്പോൾ ചിത്രം തിയേറ്ററുകളെ ശരിക്കും പറഞ്ഞാൽ പൂരപ്പറമ്പാക്കി മാറ്റി. അന്യഭാഷാ ചിത്രങ്ങളിലൂടെ മാത്രം കണ്ടുവന്ന മേക്കിംഗ് സ്റ്റൈൽ മലയാളത്തിലും പറ്റുമെന്ന് തെളിയിക്കുകയായിരുന്നു ഈ ചിത്രം. ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ 2ാം ഭാഗമായി എത്തിയ എമ്പുരാൻ മറ്റൊരു ലോകം തന്നെ പ്രേക്ഷകനും സമ്മാനിച്ചു. പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം ആദ്യ ദിനം മുതൽ ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. 266 കോടിക്ക് മുകളിലാണ് ആഗോളതലത്തിൽ ചിത്രം സ്വന്തമാക്കിയത്. മലയാളത്തിൽ നിന്ന് മാത്രം 97 കോടി രൂപയും കളക്ട് ചെയ്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.